അരി വറുത്താൽ വീട്ടിൽ കടം കയറും എന്നൊക്കെ പണ്ട് അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ വീട്ടിൽ ഇത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നേ. 4 മണി പലഹാരമായിട്ട് ഇത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അരി വറുത്ത് പൊടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയെല്ലാം എടുത്ത് നല്ലോണം വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് തേങ്ങ ഇല്ല എന്നുള്ളത് കണ്ടത് കേട്ടോ. തേങ്ങ എന്നാൽ പിന്നെ നമ്മുടെ തെങ്ങിൽ 2 നിൽപ്പുണ്ട്, അത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ചെന്നതാണ്. ഇട്ടപ്പോൾ അത് കരിക്കുമായിരുന്നു കേട്ടോ. എന്നാൽ കരിക്കെങ്കിൽ കരിക്കുള്ളത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കരിക്കിനെ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ശർക്കരയെല്ലാം ചീവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അരിയെല്ലാം നല്ലോണം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഇടുന്നതിനൊപ്പം 2 ഏലക്കയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് പൊടിച്ചിങ്ങെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ തേങ്ങയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ശർക്കര ചീവിയതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആ തേങ്ങയുടെ ആ നനവും ശർക്കരയുടെ ഇതെല്ലാം നമ്മുടെ ആ പൊടിയിലേക്ക് വന്ന് നല്ലോണം ഇത് നനഞ്ഞ് കിട്ടും. നമ്മുടെ ഈ അവലൊക്കെ നനച്ച പോലെ തന്നെ ഇരിക്കും കേട്ടോ. പഴമൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. കഴിച്ചിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കേ.